ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ഉള്ളി പക്കോട ചെയ്താലോ. സവാള, പച്ചമുളക്, ഇഞ്ചി ഒക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി അത് കൊത്തി അരിഞ്ഞെടുക്കുക. സ്ലൈസ് ചെയ്യുകയല്ല, നീളത്തിലരിയുകയല്ല, അത്യാവശ്യം വലുപ്പത്തിൽ കൊത്തി അരിഞ്ഞെടുക്കുക. പച്ചമുളകും ഇഞ്ചിയും കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടുക. മല്ലിയിലുണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് ഒരല്പം പിരിയ മുളക് പൊടി ആയാലും അത്രയും നല്ലത്. കാര്യം നമ്മൾ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നിറമാണ് കിട്ടേണ്ടത്. അപ്പം പിരിയൻ മുളക് പൊടി. പിന്നെ നമ്മുടെ ഗിരാഞ്ചീസ് സ്പെഷ്യൽ ചിക്കൻ മസാല, നമ്മുടെ സ്വന്തം ചിക്കൻ മസാലയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ കവർ, കണ്ടോ, ഗിരാഞ്ചീസ് സ്പെഷ്യൽ ചിക്കൻ മസാല. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിരുമി യോജിപ്പിക്കുക. അപ്പോൾ ഈ സവാളയ്ക്കകത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഉപ്പും മുളകൊക്കെ ചേരുമ്പോഴേക്കും സവാളയ്ക്കകത്ത് നിന്ന് നീരിറങ്ങും. ഇതിലേക്ക് നമുക്കൊരല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടലമാവാണ്. കടലമാവ് എപ്പോഴും ഒരിക്കലും ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്. ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ണകലുള്ള അരിപ്പയിലൂടെ കടലമാവ് ഒന്ന് അരിച്ച് ചേർത്ത് വെക്കാം. ഇന്നത്തെ കടലമാവിൻ്റെ അളവെന്ന് പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. കാര്യം ബജിയൊക്കെ ചെയ്യുമ്പോഴേക്കും സോഫ്റ്റ് ആകണം, ഒത്തിരിയും ക്രിസ്പ് ആവണ്ട. പക്ഷേ ഈ നമ്മുടെ ഓണിയൻ പക്കോട എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് ക്രിസ്പായിട്ട് കിട്ടണം, ക്രഞ്ചി ആയിരിക്കണം, കരികിരാന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പകുതിയോളം കടലമാവിൻ്റെ പകുതിയോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്കകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും. ആ വെള്ളമാണ് നമ്മൾ ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ടൊന്ന് തിരുമി പിടിച്ച് മറ്റേ ഈ കൊഴുക്കട്ട പോലെ ആക്കി എടുക്കരുത്. കൈകൊണ്ട് പതുക്കെ വിരൽ കൊണ്ട് പതുക്കെ തിരുമി വിടുമ്പോഴേക്കും എല്ലാം നല്ല വെള്ളമയം പോലെ ആയിക്കിട്ടും. കണ്ടോ, ഇങ്ങനെ ഉതിർത്ത് കിടക്കണം. ഉതിർന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. മല്ലിയിലയുടെ കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. മല്ലിയില നിറച്ച് വേണം. മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി സാധനം. അപ്പോൾ നമുക്ക് ആ സവാളയുടെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഒരുമാതിരി തിരുമി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നനഞ്ഞ് കിട്ടും. ഇനി പരത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കിള്ളിയിടുക നിർത്തില്ല, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പീസുകളായിട്ട്. അപ്പോൾ അതിങ്ങനെ കൈകൊണ്ട് പതുക്കെ നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ട് പതുക്കെ കിള്ളിയിട്ട് കൊടുത്താൽ മതിയാവും. കാരണം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നോക്കി. പിന്നെ അത് കൈകൊണ്ട് പതുക്കെ കുറേ സെറ്റ് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കിള്ളി കണ്ടോ, വിരലിൻ്റെ അറ്റം കൊണ്ട് പതുക്കെ അങ്ങോട്ട് ഉതിർത്ത് കൊടുത്താൽ മതി. കണ്ട, ഇങ്ങനെ ഷേപ്പ്ലെസ് ആണ് ഈ സാധനം. ഉരുട്ടിയൊന്നും ഇടരുത് കേട്ടോ. ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണ കയറത്തില്ല, പിന്നെ ഭയങ്കര ഇതായി പോകും. അപ്പോൾ ഇത് കിള്ളി ഇടുക എന്ന് പറയത്തില്ലേ, ജസ്റ്റ് തോണ്ടി ഇടുന്ന ആ ഒരു പരിപാടി നല്ല ക്രിസ്പായി മുരിയുകയും വേണം. അപ്പം നമ്മുടെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്മെല്ല് കിട്ടും. എണ്ണയ്ക്ക് സ്മെല്ലുണ്ടാവും. നമ്മൾ വറക്കുന്ന ഈ പക്കോടയ്ക്ക് നല്ല മണം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഓണിയൻ പക്കോട ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഈ സാധനം. ഒരിക്കലും വിട്ട് കളയരുത്. ഓരോ രാജ്യങ്ങളും തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിള്ളേരപ്പോൾ പെറുക്കി കഴിച്ചോളും. നല്ല കരികരാന്നിരിക്കും കണ്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ഹാവ് എ നൈസ് ഡേ. ഇതാ നോക്കി, നമ്മളിതെല്ലാം മൊരിഞ്ഞിട്ടുണ്ട് അല്ല, നല്ല സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല അറ്റമൊക്കെ നല്ല കണ്ടോ ഒച്ച കേട്ടോ. അപ്പം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.